വിപ്ലവ വീര്യം ചോരാത്ത സഖാക്കൾക്ക് ഇപ്പോൾ ഒരു എതിരാളി വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതല്ല, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തൊട്ടിട്ട് ആ എതിരാളി രംഗത്തുണ്ട്. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രായപരിധി വെച്ചതോടെ പലരും പല കമ്മിറ്റികളിൽ നിന്നും പോരേണ്ടി വരും. പക്ഷെ ഒരാൾക്ക് ഒരളവുണ്ട്. ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇതെന്നോട് പറഞ്ഞില്ല? ഇത് കേൾക്കുമ്പോൾ പിണറായി വിജയന് പ്രായമാകൂലേ, പിണറായിക്ക് എന്നും ഒരേ പ്രായമായിരിക്കുമോ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അങ്ങനെ ചോദിക്കണവരോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പാർട്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു ഇളവ് കൊടുക്കണ പരിപാടി ഇല്ല എന്നാണ് EP പറയണത്. പക്ഷെ മാഷ് പറയണത് അങ്ങനെയല്ല. കുറച്ചാൾക്കൊന്നുമില്ല, കേരളത്തിലാകെ ഇന്ത്യയിലാകെ ഒരാളുള്ളൂ. പാർട്ടിയിൽ പിണറായിക്ക് പ്രായപരിധി പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ മൂന്നാമത് നമ്മൾ ഭരിക്കാൻ വന്നാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളെ തപ്പേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പിണറായിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടൂലേ ബാലേട്ടാ? പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവും, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്നാലും ഇതൊക്കെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ അനുവദിക്കണ കാണുമ്പോൾ ഇക്കാരണം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോകുന്നവർക്കൊക്കെ എത്ര സങ്കടം ഉണ്ടാവും. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം അല്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ല, എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നടത്തുന്നതിന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതി ഒന്നും പറ്റിയിട്ടില്ല. എനിക്കുണ്ട് ക്ലൈം, എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല സുധാകരേട്ടാ, ഇതൊക്കെ നമ്മൾ ഒരാൾക്ക് മാത്രമേ അനുവദിക്കണുള്ളൂ. ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. പക്ഷെ ആ തീരുമാനം ഒരാൾക്ക് ഒറ്റക്ക് മാത്രം ആകരുത് എന്ന് ഒരഭിപ്രായം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇതൊക്കെ എങ്ങനെയാണ്? കാരണം ചിലവരൊന്നും ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലത്രേ. അപ്പം ചിലവർക്കൊക്കെ ചില ഇളവൊക്കെ ഉണ്ടാകും. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ്, പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി. സമത്വവും തുല്യതൊക്കെ പാർട്ടിക്ക് പുറത്തുള്ള കാര്യത്തിൽ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ലൈം ലൈറ്റിൽ ലൈവായിട്ട് നിൽക്കണം. അപ്പോൾ കൊല്ലത്തെ സമ്മേളനം കഴിഞ്ഞാൽ ഇക്കാരണം കൊണ്ട് ആരൊക്കെ പുറത്തു പോകും, ഇക്കാരണം സമ്മേളനത്തിൽ ചർച്ചയാകോ ഇല്ലേന്നൊക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് പറയാം.